എടാ നിനക്ക് പ്രേമമായിരുന്നോടാ? ഏയ് പ്രേമൊന്നുമല്ലടാ, വെറുതെ നോട്ടവും ചിരിയും. ഒരുപാട് നാൾ മുന്നോട്ട് പോയില്ല. നീ എന്നിട്ടെന്താ അന്ന് പറയായിരുന്നു? പിന്നെ നീ എന്തായിരുന്നു ഇന്ന് രാത്രി? നിന്റെ നാണവും ഇളക്കവും. നിന്നെ ഞാൻ അത്രയ്ക്ക് സന്തോഷിച്ച് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് പിന്നെ പറയാനും തോന്നിയില്ല. അതുമാത്രമല്ല, അന്ന് അടി നടന്നതിന് ശേഷം ഞാനെല്ലാം വിട്ട്. ഷോ, ആകെ മൊത്തം ട്രാജഡി ആണല്ലോടാ. എന്നാ ഞാൻ ഒരു ഹാപ്പി എൻഡിങ് സ്റ്റോറി പറയട്ടെ. നിന്റെ സീക്രട്ട് ആണോ? എനിക്കും നടരാജൻ സാറിന് മാത്രം അറിയാവുന്ന സീക്രട്ട്. നടരാജൻ സാറിന്? ആ, അന്ന് ആ കടപ്പുറത്തെ സംഭവത്തിന് ശേഷം ഹോസ്പിറ്റൽ ICUവിൽ അങ്ങേരനെ കാണാൻ വന്നിരുന്നു. സാറേ, മിഥുൻ്റെ അച്ഛനാണ്. നമസ്കാരം. കിടന്നോ കിടന്നോ. വേദനയുണ്ടോ? നമ്മുടെ ആളുകളുടെ കുത്തായോണ്ട് വേദന തീരെയില്ല സാറേ. സാറിന് മുൻപും ബോട്ട് ആക്സിഡൻ്റ് ഓർമ്മയുണ്ടോ? കുറച്ചു കാലം മുമ്പാണ്. 32 പേര് മരിച്ചു. അതിൽ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ ബോട്ടിൻ്റെ സ്രാങ്ക് സെൽവം രക്ഷപ്പെടുത്തി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കി. ആ കുഞ്ഞിന് എന്തായി എന്നറിയാൻ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ബന്ധുക്കൾ ആരും ഏറ്റെടുക്കാൻ വന്നില്ല. ഒറ്റക്കിട്ടിട്ട് പോവാൻ തോന്നില്ല ഏട്ടാ. അങ്ങനെ ഞാൻ അവനെടുത്ത് ഈ സ്വന്തം ചോറെന്ന് പറയരുതല്ലേ, വലിയ കാര്യമൊന്നുമില്ല ചേട്ടാ. ഇവനിപ്പോ എന്ത് ചോറയൊന്നുമില്ലല്ലോ. എന്നിട്ടും സംഘപ്പെടും. ആ പ്രായത്തിൽ തന്നെ ഞാൻ മരണം മുന്നിൽ കണ്ടു തുടങ്ങിയതാ സാറേ. പെട്ടെന്ന് ഒടുങ്ങൂല. നിന്റെ കഥയൊക്കെ കൊള്ളാം. കാണിച്ചത് ഫൗളായി പോയില്ലേ? നമ്മൾ ഭരിക്കുമ്പോൾ നമുക്കെതിരെ ഒരു സമരം നയിച്ചതേ. ഈ തമ്മിത്തല്ല് നാട്ടുകാരറിഞ്ഞാൽ പാർട്ടിക്കാ നാണക്കേട്. ഇന്നലെ നമ്മളും ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസുമായി ഒരു ധാരണയിലെത്തി. നീ കോളനിക്കാരെ പറ്റിച്ച് കമ്പനിയിൽ നിന്ന് കാശ് വാങ്ങിച്ചതാണെന്ന് കമ്പനിക്കാരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിച്ചു. കോളനിക്കാർക്ക് മുൻപുണ്ടായിരുന്നത് കൂടാതെ പുതിയ വാഗ്ദാനങ്ങളും കൊടുത്തു. ജനങ്ങളെ കൂടെ നിർത്തണ്ടേ? ഇനി കോളനിക്കാർ നിന്നെ വെറുതെ വിടൂല്ല. പാർട്ടി അണികൾ വിളയിരിക്കുക, പ്രശ്നമുണ്ടാകും. കൊള്ളാം സാറേ. പാർട്ടിക്ക് കയ്യടി, കളി ഗംഭീരം. പക്ഷേ അപ്പോഴും ജയിച്ചത് ഞാനല്ലേ സാറേ? കമ്പനിയുടെ വരൂല്ലേ? എനിക്കിഷ്ടപ്പെട്ടു നിന്നെ, പക്ഷേ പാളിപ്പോയില്ലേടാ. കുറച്ച് നാൾ മാറി നിൽക്ക്. ഞാൻ തന്നെ നിന്നെ ഇവിടെ തിരികെ കൊണ്ടുവരും. എനിക്ക് നിന്നെ വേണമിടാ. എല്ലാവരും ജയിച്ച്, കമ്പനി, പാർട്ടി, കോളനി കൊള്ളാം. പക്ഷേ ഞാനൊന്ന് വാ തുറന്ന പാർട്ടി നാർവില്ല സാറേ. നീ വാ തുറക്കരുത്. അതിലെനിക്കെന്താ മെച്ചം? അതെടി, നിനക്കെന്ത് വേണം? നീ ആലോചിച്ചിട്ട് പറയേ. സാറേ, എനിക്കൊരു സർക്കാർ ജോലി കിട്ടുമോ? എന്ത് ചെയ്യണം? ചെറുക്കന് ചില മുറ്റ. കുറച്ചു കാലം അവനെ വനവാസത്തിന് വിടേണ്ടി വരും.